വിളിച്ചാലുപേക്ഷിക്കാതെ മാധ്യസ്ഥം നൽകിടുവാനാ കോട്ടയത്ത് വാഴുന്ന അന്തോണീസ് പുണ്യവാനെ സ്വീകരിക്കൂ കൈകൾ നീട്ടി ആപിയാമിൻ അർത്ഥനകൾ. എത്രയും നീളം ഹല്ലേലൂയയ്ക്കുണ്ടോ അത്രയും നീളം നിങ്ങളുടെ ആയുസിനും ഉണ്ടാകാൻ പോവാ. നല്ല ആയുസ് വേണമെങ്കിൽ ഒന്നും കൂടെ ഒരു ഹല്ലേലൂയ കൂടി വിളിച്ചേ. സന്തോഷത്തോടെ പറഞ്ഞു ഹല്ലേലൂയ. സന്തോഷത്തോടെ പറ ഹല്ലേലൂയ. ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഒരു പുഞ്ചിരിയോട് പറഞ്ഞു ഒരു ഹല്ലേലൂയ. സന്തോഷത്തോടെ പറ, സങ്കടം പോട്ടെ ഹല്ലേലൂയ. നമ്മളെ ദൈവം ഒരു പുതിയ കാര്യം ചെയ്യാൻ പോവാ. ദൈവത്തിന്റെ ഒരു വലിയ കാര്യം നമുക്ക് ഇന്ന് ലാറ്ററൻ ദേവാലയത്തിന്റെ സ്ഥാപനത്തിന് ഡെഡിക്കേഷൻ ഓഫ് ദ ടെമ്പിൾ ചർച്ച് ഓഫ് ലാറ്ററൻ, ബസിലിക്ക ഓഫ് ലാറ്ററൻ, സഭയുടെ കത്തീഡ്രൽ പള്ളിയാണ്. അവങ്ങൾ നൂറ്റാണ്ടുകളായിട്ട് സഭയുടെ നമ്പർ ഫ്രാൻസിസ് മാപ്പ അടക്കിയിരിക്കുന്ന പടിയാണ്. ദൈവ പൈതല്, ദൈവത്തിന്റെ പ്രവർത്തനങ്ങൾ തകർക്കപ്പെടാത്ത പ്രവർത്തനങ്ങളാ. ഹല്ലേലൂയ. Nobody can destroy the work the Lord has done. ഹല്ലേലൂയ. ദൈവത്തിന്റെ പ്രവർത്തികൾ തീർന്നു പോകുന്ന പ്രവർത്തികളല്ല. ദൈവത്തിന്റെ പ്രവർത്തികൾ അവസാനിക്കുന്ന പ്രവർത്തികളല്ല. ദൈവത്തിന്റെ പ്രവർത്തികൾ നിത്യമായ പ്രവർത്തിയാണ്. ഹല്ലേലൂയ. ഈ പ്രഭാതത്തിൽ ഓഗസ്റ്റ് മാസത്തിന്റെ ആദ്യ ചൊവ്വാഴ്ച പൊന്നുമക്കളെ, നിങ്ങളൊരു അനുഗ്രഹം. ഈസ് ഡൂയിങ് സംതിങ് ന്യൂ. ദൈവം ഒരു പുതിയ കാര്യം നമ്മുടെ ജീവിതങ്ങളിൽ ചെയ്യുക. ഒച്ചതി പറഞ്ഞേ ഹല്ലേലൂയ. ഒച്ചതി പറ ഹല്ലേലൂയ. ഒച്ചതി പറ ഹല്ലേലൂയ. കർത്താവ് ചെയ്യട്ടെ. പുത്തനാഴ്ച, പുതിയ മാസത്തിന്റെ ആദ്യ ചൊവ്വാഴ്ച, പുതിയ കാര്യം, സംതിങ് ന്യൂ. വിശ്വസിക്കുന്നത് നമ്മളിന്ന് വചനത്തിൽ വായിച്ചു കേൾക്കും. പിന്നീട് പുതിയ ആകാശം, പുതിയ ഭൂമി, a new heaven, a new heaven, a new earth. ഹല്ലേലൂയ. നിനക്ക് നടക്കാൻ ഒരു പുതിയ ഭൂമിയും നിനക്ക് സ്വപ്നങ്ങൾ കാണാൻ ഒരു പുതിയ ആകാശവും ഇതാ കർത്താവ് തുറക്കാൻ പോവാ. ഹല്ലേലൂയ. ഒരു വിശ്വാസത്തിന്റെ പുത്തൻ അനുഭവം, വിശ്വാസത്തിന്റെ ഒരു പുത്തൻ അനുഭവം ദൈവമക്കൾക്ക് ഇത് ലഭിക്കാൻ പോവാ. ഹല്ലേലൂയ. സംതിങ് ന്യൂ ഈസ് ഗോയിങ് ടു ഹാപ്പൻ ഇൻ യുവർ ലൈഫ്. ദൈവം നിന്റെ ജീവിതത്തിൽ ഒരു പുതിയ കാര്യം ചെയ്യാൻ പോകുന്നു. വിശ്വസിക്കുന്നവർ മാത്രം വലതുകരം ഉയർത്തി ഹല്ലേലൂയ വിളിക്കണം. ഹല്ലേലൂയ. നമ്മളെ വിശ്വസിച്ചോ? സംതിങ് ന്യൂ, സംതിങ് എക്സ്ട്രാ ഓർഡിനറി ഈസ് ഗോയിങ് ടു ഹാപ്പൻ. കഴിഞ്ഞ ആഴ്ചയിൽ അച്ഛന് US-ലായിരുന്നു. നമ്മുടെ ഒരു ധ്യാനം ഉണ്ടായിരുന്നു. അങ്ങനെയും ധ്യാനത്തിനിടയ്ക്ക് ഞാൻ ഒരാളെ വിളിച്ചു. ആളിൻ്റെ അടുക്കലേക്ക് കയറി വന്നു. മക്കൾ അവരെ ഇപ്പോൾ അമേരിക്കയിൽ നിന്ന് പങ്കെടുക്കുക. അനേകം മക്കൾ അമേരിക്കയിലും വിദേശ രാജ്യങ്ങളും പങ്കെടുക്കുക. ഈ മകൻ പറയും, ഒരു കുഞ്ഞിനെ ഞാൻ കണ്ടു. അതിനു മുമ്പ് ഒരു കൗൺസിലിങ്ങിന് വന്നായിരുന്നു. 16 വർഷം അപ്പനും അമ്മയും ഈ പള്ളി വന്ന് പ്രാർത്ഥിച്ചപ്പോൾ 16 വർഷങ്ങൾക്ക് ശേഷം അവർക്കൊരു മകനെ കിട്ടി. അവനവര് ആന്റണി എന്ന് പേരിട്ടു. വിശ്വസിക്കുന്നവർ മാത്രം കൈയടിച്ചാൽ മതി. കൈയടിക്കുന്നത് നന്നായിട്ട് കൈയടിക്കണം. നിങ്ങൾ അച്ഛനോട് ചെന്ന് പറയാം, അച്ഛാ അന്തോണിസൂനാലിലെ പള്ളി വന്ന് പ്രാർത്ഥിച്ചിട്ടേ ഈ കൊച്ചിനെ. അവിടെ കൊണ്ട് തീരുന്നില്ല. കൺവെൻഷൻ്റെ ആദ്യ ദിവസം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സൗഖ്യങ്ങളും ഒക്കെ വെളിപ്പെടുത്തി. രണ്ടാമത്തെ ദിവസം ഒരു മകൻ എൻ്റെ അടുത്ത് വന്ന് 45 വയസ്സേ ഉള്ളൂ. നാളെ ബയോപ്സിയുടെ റിസൾട്ട് വരാൻ പോവുക. ക്യാൻസർ അസുഖം. അവനെപ്പറ്റി പറഞ്ഞ ആൾ എന്നോട് പറഞ്ഞ എൻ്റെ അച്ഛൻ പോയി. മനുഷ്യൻ്റെ വാക്കാണ് ഇതൊക്കെ. തീർന്നു. ദൈവമക്കളെ വിശ്വസിക്കുക. അങ്ങ് വിശ്വസിച്ചു. ആ 2 ദിവസത്തെ ശുശ്രൂഷ ആ മകൻ വന്ന് പങ്കുചേർന്നു. കഴിഞ്ഞ ചൊവ്വാഴ്ച അമേരിക്കൻസിന് വേണ്ടിയിട്ടുള്ള ഒരു ശുശ്രൂഷ, ഇംഗ്ലീഷിലുള്ള ശുശ്രൂഷയായിരുന്നു. ആ ശുശ്രൂഷയിൽ ആ മകൻ തൈലം പൂശി പ്രാർത്ഥിച്ചവൻ പോയി. വിശ്വസിക്കുക. അങ്ങ് വിശ്വസിച്ചോ? ഞാൻ പോരുന്നതിൻ്റെ തലേ ദിവസം വിളിച്ചിട്ട് എന്നെ പറയാം, ആ മകന് ക്യാൻസർ ഇല്ല എന്ന്. വിശ്വസിക്കുന്നതിന് മാത്രം കൈയടിക്കാവുള്ളൂ. വിശ്വസിക്കുന്നതിന് മാത്രമേ കൈയടിക്കാവുള്ളൂ. കൈ നോവുന്ന പോലെ കൈയടിക്കണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. മക്കളെ, ദൈവത്തിന്റെ പ്രവർത്തനമല്ല മക്കളെ. ഒരു പുതിയ വഴിയിലൂടെ ദൈവമക്കളെ കർത്താവ് നടത്തുക. അച്ഛൻ അവിടെ പോയിട്ട് മറ്റൊരു വ്യക്തിയെ കണ്ടത്, ഞാൻ ജയിലിൽ പോയി. ഐ വെന്റ് ടു പ്രിസൺ. നിങ്ങൾക്ക് പ്രാർത്ഥനാഭിഷേകം തരിക. ചെയ്യാത്ത തെറ്റിന് കഴിഞ്ഞ 4 വർഷമായിട്ട് അമേരിക്കയിൽ ജയിലിൽ കഴിയുന്നൊരു മകനാണ്.
ഈ 11-ാം തീയതി അവന് ഒരു വിചാരണ കൂടിയുണ്ട്. ദൈവം ഇടപെട്ടാൽ 11-ാം തീയതി അവൻ വീട്ടിൽ വരും. ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ട്, നീ 11-ാം തീയതി വീട്ടിൽ വരും. നമുക്ക് കരങ്ങൾ ഉയർത്തി ആ മകന് വേണ്ടിയിട്ടൊന്ന് സ്തുതിച്ചേ. ചെയ്യാത്ത തെറ്റിന് ജയിലിൽ കഴിയുന്ന പീഡനം അനുഭവിക്കുന്ന ആ മകന്റെ മേൽ ഇപ്പോൾ ദൈവത്തിന്റെ അത്ഭുത ശക്തി പ്രസരിക്കട്ടെ. പുതിയ കാര്യം. ഇന്നലെ വരെ നീ ജയിലിലാണ് കിടന്നതെങ്കിൽ ഇന്ന് നീ നിന്റെ വീട്ടിലേക്ക് പോകാൻ പോവാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്നലെ വരെ ആളുകൾ നിന്നെ ജയിലാവെന്ന് കണ്ടെങ്കിൽ മോനെ, ഇന്നു മുതൽ നിന്റെ കുടുംബത്തിൽ വന്ന, നിന്റെ ജോലി സ്ഥലത്ത് വന്ന നിന്റെ പ്രിയപ്പെട്ടവരെ നിന്നെ കാണാൻ പോവാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ പ്രവർത്തനം മക്കളെ, ദൈവത്തിന്റെ പ്രവർത്തനം. അത്ഭുതകരമായ പ്രവർത്തനങ്ങൾ തമ്പുരാൻ ദൈവമക്കൾക്ക് വേണ്ടി ചെയ്യുക. ഹല്ലേലൂയ. ഒരു പുതിയ ആകാശം. നീ ചിന്തിച്ചു, നീ ഒത്തിരി വിഷമിച്ച ആകാശം തന്നെ നമ്മുടെ സങ്കടങ്ങളാണ്. ചിലരുടെ തലയ്ക്ക് മുകളിലെ സങ്കടത്തിന്റെ മേഘം നിൽക്കുക, ചിലരുടെ ജീവിതത്തിന്റെ മുകളിലെ ദുഃഖങ്ങളുടെ മേഘം നിൽക്കുക, ചിലരുടെ ജീവിതങ്ങൾക്ക് മുകളിൽ നിരാശയുടെ മേഘം നിൽക്കുക. കുഞ്ഞുകുട്ടാ, നിന്റെ നിരാശയുടെ മേഘം അപ്രത്യക്ഷപ്പെടാൻ പോവുക, നിന്റെ ദുഃഖത്തിന്റെ മേഘം അപ്രത്യക്ഷപ്പെടാൻ പോവുക, നിന്റെ സങ്കടങ്ങളുടെ മേഘം അപ്രത്യക്ഷപ്പെടാൻ പോവുക. ദൈവം ഒരു പ്രത്യാശയുടെ മേഘം, ദൈവം ഒരു അനുഗ്രഹത്തിന്റെ മേഘം, ദൈവം ഒരു കൃപയുടെ മേഘം ഇതാ നിന്റെ ശിരസിന് മുകളിൽ ഉയർത്താൻ പോകുന്നു. ഹല്ലേലൂയ. ഒച്ചത്തിൽ വിളിച്ചേ ഹല്ലേലൂയ. വിശ്വസിച്ചോ? വിശ്വസിച്ചോ? ദൈവത്തിന്റെ വേണ്ടി നിങ്ങൾ അനേകരേക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എന്നൊക്കെ അച്ഛനറിയാം. നിങ്ങൾ ഒത്തിരി പേര് പ്രാർത്ഥിച്ചെന്നൊക്കെ എനിക്കറിയാം. അതല്ല അച്ഛൻ ഓരോ നിമിഷവും ഓരോ ചുവടും ഇവിടുന്ന് വണ്ടിയെ കയറി പോകുന്ന ബൊമ്മച്ചൻ എന്നെ കൊണ്ടുപോയത്. ആ പോകുന്ന വഴി മുതൽ അവിടെ ചെന്നെടുത്ത് എല്ലായിടത്തും അത്ഭുതങ്ങളാണ്. വഴിയിലൊക്കെ അത്ഭുതങ്ങളെ കാണാൻ പറ്റുന്നത്. എല്ലാം ദൈവം അങ്ങനെ അത്ഭുതകരമായിട്ട് ഇങ്ങനെ ക്രമീകരിച്ച് ഇവിടെ വന്ന് ഇറങ്ങിയ ഇന്നലെ പാതിരാവരെ 12 മണി കഴിഞ്ഞു. കുർബാനയ്ക്ക് കയറിയപ്പോൾ 11-11:30 ആയി തോന്നുന്നു. വന്ന് കുർബാനയില്ലല്ലോ, ഞായറാഴ്ച ഫ്ലൈറ്റ് കയറിയിട്ട് തിങ്കളാഴ്ച വന്ന് ഇറങ്ങി. കുർബാനയും ചൊല്ലി ഇന്നത്തെ ദിവസത്തിൻ്റെ കാഴ്ച വെച്ചു. മഴമേഘമൊക്കെ പോകാൻ പോവുക കേട്ടോ. മഴ രാവിലത്തെ മഴയേ ഉള്ളൂ, കുറച്ച് മഴ അങ്ങോട്ട് മാറും. ഹല്ലേലൂയ, ഹല്ലേലൂയ, വലതുകര നിർത്തി ഹല്ലേലൂയ. അത് വിശ്വസിക്കാൻ ദൈവമേ നിന്റെ ഇഷ്ടങ്ങൾ നിറവേറട്ടെ. നമ്മളെ ജീവിതങ്ങൾ, ഒരുപാട് ജീവിതങ്ങളെ കണ്ടുമുട്ടി. നമ്മുടെ വിഷയങ്ങളല്ല അവരുടെ വിഷയങ്ങൾ. ഒരു കുടുംബം പ്രാർത്ഥിക്കാമെന്ന് എന്തിനറിയാവോ? ട്രാൻസ്ജെൻഡർ, ആണുമല്ല പെണ്ണുമല്ല കൊച്ച്. ആൺകുട്ടിയായി ജനിച്ച കുട്ടി ഇപ്പം പെൺകുട്ടിയായിട്ട് വേഷം ധരിച്ച് വന്നിരിക്കുക. നിങ്ങളങ്ങനെ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടോ? പ്രാർത്ഥിക്കുമെന്ന് നിങ്ങൾ കരുതും. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് അങ്ങനത്തെ ഒരു നിയോഗം. എ ട്രാൻസ്ജെൻഡർ ബേബി. മക്കളെ, നൊമ്പരങ്ങളുടെ പെരുമഴയൊക്കെ കണ്ടിട്ട് അച്ഛൻ വന്നിരിക്കുന്നത്. സങ്കടങ്ങളുടെ ഇടയിലൂടെ അമ്മയൊക്കെ പ്രാർത്ഥിക്കുന്നത് കാണാം. എൻ്റെ വല്യമ്മ ഗ്രാൻഡ് പേരൻസിൻ്റെ കണ്ണീരും പ്രാർത്ഥനയും ഒക്കെ ഞാൻ കാണുക. ഹല്ലേലൂയ. ആലോചിച്ച് നോക്കിയേ, ഒന്ന് ആലോചിച്ച് നോക്കിയേ. അങ്ങനത്തെ ഒരു കുട്ടി വീട്ടിൽ ജനിച്ച് എങ്ങനെ ഇരിക്കും? അങ്ങനത്തെ ഒരു കുട്ടി ചെറുപ്രായത്തിൽ പയ്യനാ, എനിക്കറിയാനും ഞാൻ കണ്ടിട്ടുണ്ട് ഈ കുട്ടിയെ. ഇപ്പോൾ ഏതാണ്ട് 12-13 വയസ്സുണ്ടവനാണ്. ഒരു പെൺകുട്ടിയെ പോലെ മുടിയൊക്കെ നീട്ടി ഒരു പെണ്ണിനെ പോലെ വേഷം ചെയ്ത് ആലോചിച്ച് നോക്കിയേ. ആമ്പിള്ളാരായിട്ട് വളർത്തിക്കോണം ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. ആമ്പിള്ളാർ മുടി നീട്ടിയല്ല വളർത്തേണ്ടത്. ആമ്പിള്ളാരെ പാവാട ഉടിപ്പിച്ചും പൊട്ടു തൊടിയിച്ചില്ല. ആണിനെ ആണായിട്ട് വളർത്താൻ പഠിക്കുക. ക്ഷമിക്കണം ഞാനങ്ങനെ പറയുന്നതിന്. പെണ്ണിനെ പെണ്ണായിട്ടും വളർത്തുക. മുടിയൊക്കെ വെട്ടി ബോബി ചെയ്ത് മിടുക്കനാക്കി നടത്തിയേക്കല്ല. നിങ്ങളുടെ കൊച്ചു മിടുക്കനാകുകയല്ല, നിങ്ങൾ കൊച്ചിനെ നശിപ്പിക്കുക ചെയ്യുന്നത്. ആർക്ക് വിഷമുണ്ടായാലും ഈശോയുടെ നാമത്തെ പറയുക. പെമ്പിള്ളാരെ മുടി നീട്ടി വളർത്തണം, ആമ്പിള്ളാരും മുടി വെട്ടിയായി വയ്ക്കേണ്ടത്. പൊട്ടുകുത്തി കമ്മലിടിപ്പിച്ച് ഒന്നും കൊണ്ടുപോകില്ല ദൈവങ്ങളെ. എനിക്കറിയാം, ഞാനിത് പറയുമ്പോൾ ആരെങ്കിലും അങ്ങ് ചെയ്തിട്ടുണ്ടെങ്കിൽ വിഷമം വരും. ചെയ്യരുത്. ആൺകുട്ടിയെ ആൺകുട്ടിയായിട്ടും പെൺകുട്ടിയെ പെൺകുട്ടിയായിട്ടും വളർത്തിക്കൊണ്ടുപോകാം. അവൻ പറഞ്ഞു, അവൾ പറഞ്ഞു, അവളല്ല. ഗോഡ് ഡിസൈഡ്സ് വെദർ യു ആർ എ മെയിൽ ഓർ ഫീമെയിൽ. അതുകൊണ്ട് ചില മക്കൾക്ക് ഹോർമോണിൻ്റെ വ്യത്യാസങ്ങളുണ്ട്. അതൊക്കെ തമ്പുരാൻ്റെ സന്നിധി സമർപ്പിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ഇടയിലുണ്ടല്ലോ ചില ആമ്പിള്ളാരെ പെമ്പിള്ളാരെ പോലെ ഉരുക്കിക്കൊണ്ട് വരുന്ന മാതാപിതാക്കളെ കണ്ടിട്ടുണ്ട്. ഇവൻ്റെ പേരെന്നാന്ന് ഇവനല്ല ഇവളാന്ന്. എന്തിനങ്ങനെ എന്നെ കൊണ്ട് ചോദിപ്പിച്ചത് നിങ്ങൾ? അവനെ അവനാന്ന് കണ്ടാൽ തിരിച്ചറിയണം, അവളെ അവളാന്ന് കണ്ടാൽ തിരിച്ചറിയണം. ഇത് ദൈവമക്കൾ, നിങ്ങൾക്ക് വിഷമമുണ്ടാകും, ചിലർക്ക് വിഷമമുണ്ട് ഞാനീ പറയുന്നത്. പക്ഷെ പറഞ്ഞേ പറ്റത്തുള്ളൂ. നാളെ ട്രാൻസ്ജെൻഡറിന് പ്രാർത്ഥിക്കാൻ ഇടവരാധിക്കാൻ വേണ്ടിയിട്ട് അച്ഛനത് പറയുന്നത്. ഹല്ലേലൂയ.
ഹല്ലേലൂയ. മക്കളെ, ദൈവസന്നിധിയിൽ വിറയലോടെ നമ്മൾ ജീവിക്കണം മക്കളെ. ദൈവഹിതമാണോ ജീവിതത്തിൽ നിറവേറുന്നതെന്നൊക്കെ തിരിച്ചറിയാൻ വേണ്ടി ദൈവസന്നിധിയിൽ വിറയലോടെ നമ്മൾ ജീവിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങോട്ട് മക്കളെ, അത്ഭുതങ്ങളുടെ ഒരുപാട് അനുഭവം പറയാനുണ്ട്. ഇതെല്ലാം കൂടി ഇപ്പം പറഞ്ഞാൽ പിന്നെ തീരത്തില്ല. 9 മണിയായി. ഹല്ലേലൂയ. വേറൊരു കുടുംബത്തിൽ പോയി പ്രാർത്ഥിക്കാനായിട്ട്. ഒരു കുടുംബങ്ങളെല്ലാം കൂടെ കേരളത്തിൽ അങ്ങനെ ഒരു കുടുംബത്തെ കാണത്തില്ല. ഒരു ജന്മദിനം ആഘോഷിക്കാൻ വന്നിരിക്കുന്നതാണ്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ശനിയാഴ്ച വേണ്ടി ഞാൻ കുർബാന ചൊല്ലിയപ്പം ഒരു 10-75 പേരെങ്കിലും ഉണ്ട്. സ്നേഹിക്കാൻ പഠിക്കണം മക്കളെ. ക്ഷമിക്കണം ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നല്ലോ. സഹോദര ബന്ധങ്ങൾ, ചേട്ടനും അനിയനും ആങ്ങളെയും പെങ്ങളും തമ്മിലൊക്കെ ഉള്ള സ്നേഹം. ദൈവമക്കളെ, ഞാൻ പറഞ്ഞു, ആ കുടുംബത്തിൽ 2 മരണങ്ങൾ നടന്ന കുടുംബമാണ്. മരണം നശിപ്പിക്കുമെങ്കിൽ അവരുടെ ജീവിതത്തിൽ മരണം അവരെ ഒന്നിപ്പിക്കുന്ന യാഥാർത്ഥ്യമായി മാറി. ഒരാൾക്കൊരു വിഷമമുണ്ടെങ്കിൽ, ഒരാൾക്കൊരു സങ്കടമുണ്ടെങ്കിൽ ഓടി വരും മറ്റവർ ഒന്നിച്ചു കൂടി. ഞാൻ അത്ഭുതപ്പെട്ടു. ഞാൻ കുർബാനയില്ല, കുഞ്ഞു പിള്ളേർ മുതൽ അനങ്ങാതിരുന്ന് പിൻ ഡ്രോപ്പ് സൈലൻസ് അനങ്ങാതിരുന്ന് കുർബാനയിൽ പങ്കെടുക്കുക. ഞാൻ അത്ഭുതത്തോടെ നോക്കി മക്കളെ, ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങളുടെ കുടുംബങ്ങൾ എന്നും ഇങ്ങനെയായിരിക്കട്ടെ. ക്രിസ്തുവിൻ്റെ കുരിശിൻ്റെ ചുവട്ടിൽ ഒന്നിച്ചു കൂടുന്ന സഹോദര ബന്ധങ്ങൾക്ക് ഇത്രയധികം വില കൊടുക്കുന്ന ഒരുപാട് കാര്യങ്ങൾ, അതെല്ലാം മാറ്റിവെച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ ഒന്നിച്ചു കൂടുന്ന കുടുംബാനുഭവങ്ങൾ. ഒച്ചതി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. വല്ലപ്പോഴൊക്കെ ഒന്നിച്ച് കൂടണം മക്കളെ. സഹോദരങ്ങളെല്ലാം ഒന്നിച്ചു കൂടണം, ഒന്നിച്ച് പള്ളിയിൽ പോകണം. നിങ്ങൾ സഹോദരങ്ങൾക്ക് ഒന്നിച്ചു കൂടണം. മക്കളും കൊച്ചുമക്കളും, എനിക്ക് തോന്നുന്നു 4 തലമുറകൾ ഒന്നിച്ചിരുന്ന് കുർബാനയിൽ പങ്കെടുക്കുന്നൊരു കാഴ്ചയാണ് കണ്ടത്. 4 generations. മക്കളും മക്കളുടെ മക്കളും അവരുടെ മക്കളും ഉൾപ്പെടെയുള്ളവർ ഒന്നിച്ചിരുന്ന് ദൈവത്തെ സ്തുതിക്കുക എന്നൊക്കെ പറഞ്ഞാൽ, ദൈവമക്കളെ, ജീവിതത്തിൻ്റെ നന്മ കെടുത്തില്ലേ? സ്വർഗത്തിൻ്റെ മണമുണ്ട് നിൻ്റെ വീടിന്, സ്വർഗത്തിൻ്റെ ഭംഗിയുണ്ട് നിൻ്റെ കുടുംബത്തിന്. ഒച്ചതിപ്പ ഹല്ലേലൂയ. കെടുത്തരുത്, സൂര്യൻ അസ്തമിക്കരുത്. സ്വർഗത്തിന്റെ സൂര്യൻ നിന്റെ കുടുംബത്തിൽ അസ്തമിക്കരുത്. സ്വർഗത്തിന്റെ നിലാവ് നിന്റെ കുടുംബത്തിൽ നിന്നും അപ്രത്യക്ഷമാവരുത്. ഹല്ലേലൂയ. ഞങ്ങളെ കർത്താവിന് വേണ്ടി ജീവിക്കുക. പോട്ടെ, ഞാൻ വചനത്തിലേക്ക് വന്നില്ലെങ്കിൽ സമയം ഒത്തിരി പോകുന്നതുകൊണ്ട് ഞാൻ വചനത്തിലേക്ക് വരിക. ഹല്ലേലൂയ. ആദ്യമായിട്ട് നല്ലൊരു കുമ്പസാരം നടത്തണം. നല്ലൊരു കുമ്പസാരം, ഒരു പുതിയ ആകാശം, ഒരു പുതിയ ഭൂമി. രാവിലെ വിമലേരി പറഞ്ഞു, ഒരു പുതിയ വീട് വെക്കണമെങ്കിൽ പഴയ വീട് പൊളിച്ചു കളയണം. പഴയ വീട് പൊളിച്ചു കളയാതെ പുതിയ വീട് താന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കല്ല. പഴയ വീട് പൊളിച്ചു കളഞ്ഞിട്ട് നീ പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ, പുതിയ വീട് താന്ന്. അത്ഭുതകരമായിട്ട് നമ്മൾ പഴയ വീട് വെച്ചുകൊണ്ടിരിക്കുക. ഡിസ്ട്രോയ് യുവർ ഓൾഡ് ഹോം, ഡിസ്ട്രോയ് യുവർ ഓൾഡ് ലൈഫ്. നീ നിന്റെ പഴയ വീട് പൊളിച്ചു കളഞ്ഞ, നിന്റെ പഴയ വീട് പൊളിച്ചു കളഞ്ഞ, നിന്റെ പഴയ ബന്ധങ്ങൾ പൊളിച്ചു കളഞ്ഞ, ദൈവത്തിന് നിരക്കാത്തത് നീക്കിക്കളഞ്ഞ, നിനക്ക് ചിന്തിക്കാൻ പറ്റാത്ത അനുഗ്രഹങ്ങളും അഭിഷേകങ്ങളും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സക്കേവൂസ് എന്നൊരു മനുഷ്യനെ നമ്മൾ ഇന്ന് കുർബാനയിൽ കാണും. സക്കേവൂസ് അവൻ പറഞ്ഞില്ലേ, കൃപ കിട്ടിയപ്പം പറഞ്ഞു, കർത്താവേ, സ്വത്തിന്റെ പകുതി പാവങ്ങൾക്ക്, സ്വത്തിന്റെ പകുതി. നേർച്ചപ്പെട്ടി കൊണ്ട് വന്നില്ല ആരും. ഇതാ സ്വത്തിന്റെ പകുതി പാവങ്ങൾക്ക്. ഇനി 4 ഇരട്ടി. ആരെയൊക്കെ ചതിച്ചോ അവർക്ക് 4 ഇരട്ടി കൊടുക്കാൻ പോവുക. പഴയ വീട് പൊളിച്ചു കളയണം മക്കളെ. പഴയ പാപത്തിന്റെ കൂടാരങ്ങൾ തകർത്ത് കളയണം. ഡിസ്ട്രോയ് എ ന്യൂ ഹൗസ്, ഡിസ്ട്രോയ് എ ന്യൂ കാസൽ. കർത്താവ് പണിയുന്നൊരു ഭവനമുണ്ട് മക്കളെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളെ കർത്താവിന് വിട്ടുകൊടുത്തേ. ജീവിതത്തിന് ഒരുപാട് ഭംഗിയുണ്ടെന്ന്, ജീവിതത്തിൽ ഒരുപാട് സംഗീതമുണ്ടെന്ന്, ജീവിതത്തിന് ഒരുപാട് സൗരഭ്യമുണ്ടെന്ന്. ഹല്ലേലൂയ. ഒത്തിരി സങ്കടപ്പെട്ട ഒത്തിരി പേരുടെ മുഖം. ഒരു ചേച്ചി പള്ളി വരും, ആ ചേച്ചിയുടെ മുഖം എപ്പോഴും വാടിയിരിക്കും, സങ്കടപ്പെട്ടാണ് വരുന്നത്. കുറച്ച് വർഷങ്ങളായിട്ട് ഈ ചേച്ചി ഞാൻ കാണുന്നു. ഇന്ന് രാവിലെ ഞാൻ പറഞ്ഞു, ഈ മുഖവുമായിട്ട് ഇനി പ്രാർത്ഥിക്കാൻ വന്നേക്കല്ല, ചിരിച്ചുകൊണ്ടല്ലാതെ ഇനി മേലെ പ്രാർത്ഥിക്കാൻ വന്നേക്കരുത്. എനിക്കറിയാം ചേച്ചിക്ക് കാരണങ്ങളുണ്ട് സങ്കടപ്പെടാൻ.
പക്ഷേ ചേച്ചിക്ക് സന്തോഷിക്കാനുള്ള കാരണത്തിന്റെ പേരാണ് ക്രിസ്തു. ഹല്ലേലൂയ. ചേച്ചിക്ക് സന്തോഷിക്കാനുള്ള കാരണത്തിന്റെ പേരാണ് പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ. ചേച്ചിക്ക് സന്തോഷിക്കാനുള്ള കാരണത്തിന്റെ പേരാണ് പരിശുദ്ധ കുമാര. ഹല്ലേലൂയ. ഇതിനേക്കാളും വലുതാണ് ചേച്ചി കടന്നു പോകുന്ന സങ്കടങ്ങള്, ഇതിനേക്കാളും വലുതാണ് കടന്നു പോകുന്ന ദുഃഖങ്ങള്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമുക്ക് സന്തോഷിക്കാൻ റീസൺ ടു റിജോയ്സ്. സന്തോഷിക്കണം മക്കളെ, കർത്താവിൽ ആനന്ദിക്കണം. ഹല്ലേലൂയ. 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 മത്തായി സുവിശേഷം എന്ന് പരിശുദ്ധാത്മ പ്രചോദനം തന്നത് 16-ാം അധ്യായത്തിന്റെ 13 മുതലുള്ള വാക്യങ്ങൾ. യേശു കേസറിയ ഫിലിപ്പി ദേശത്ത് ജെറുസലേമിൽ പോകേണ്ട ക്രിസ്തുവാ, ജെറുസലേമിൽ പോകേണ്ട കർത്താവ്, അല്ല ഗലീലിൽ പോകേണ്ട കർത്താവ്, കഫർനാമിൽ പോകേണ്ട കർത്താവ് എവിടെ നിൽക്കുന്നത്? കേസറിയ ഫിലിപ്പി, ചെസറിയ, സീസറിൻ്റെ നാടാത്, ബിജാദീൻ്റെ നാടാണ്, റോമാക്കാരൻ്റെ നാടാണ് ഫിലിപ്പി. ചെസറിയ ഫിലിപ്പി, കേസറിയ ഫിലിപ്പി. അമ്പലങ്ങളുടെ നാട്, വിഗ്രഹങ്ങളുടെ നാട്. ഗോഡ് ഈസ് വാക്കിംഗ് ത്രൂ. ദൈവമക്കളെ, എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിലൂടെ കർത്താവ് കയറി ഇറങ്ങി വരുമെന്ന് നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? ചിലരൊക്കെ പറയത്തില്ല ദൈവം ഇടപെടത്തില്ലെന്ന്, ദൈവം കയറി ഇറങ്ങി വരില്ലെന്ന്, ദൈവത്തിന് എന്നെ വേണ്ട എന്ന്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ അവിടെ ചെന്നപ്പം ഒരു കുടുംബം, ആ കുടുംബം എന്നോട് പറഞ്ഞാൽ മോൻ്റെ കല്യാണം കഴിഞ്ഞ് ഡിവോഴ്സായി പോയി. വല്ലാണ്ട് സങ്കടപ്പെട്ടിരിക്കുക. ഇവനങ്ങനെ നടക്കുന്നത് ഞാൻ കണ്ടു. എനിക്ക് തിരിച്ചറിഞ്ഞില്ല, അവനാണെന്നുള്ള മനസ്സിലായില്ല. അവനങ്ങനെ വലിഞ്ഞും ദൂരെ മാറി മാറി പോവുക, എൻ്റെ അടുത്തോട്ട് വരാതെ വന്ന് നിൽക്കുക. ഞാൻ ആദ്യം അവൻ്റെ 2 കുഞ്ഞുങ്ങളെ വിളിച്ച് പ്രാർത്ഥിച്ചു. അതിനുശേഷം ഞാൻ കൈകാട്ടി വിളിച്ചപ്പോൾ അവൻ എൻ്റെ അടുക്ക വന്നു. ആദ്യം അവൻ പൊട്ടനെ പോലെ അഭിനയിച്ചു. ഞാൻ പറയുന്നൊന്നും മനസ്സിലാകുന്നില്ലാത്ത രീതിയിൽ. പിന്നെ ഞാൻ പറഞ്ഞു, ഇനി ഞാൻ വരുമ്പോൾ തകർന്നതൊക്കെ പടുതുയർത്തപ്പെട്ടിരിക്കും. നീ വിട്ടുകൊടുക്കേണ്ടത് വിട്ടുകൊടുക്കണം, ക്ഷമിക്കേണ്ടത് ക്ഷമിക്കണം. നിന്റെ കുടുംബ ജീവിതത്തെ നീ തിരിച്ചു പിടിക്കണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ എന്നാ പറയുന്നെങ്കിലും പിടി കിട്ടിയോ? ഉപേക്ഷിച്ച്, പെണ്ണ് ഉപേക്ഷിച്ച് വേറൊരുത്തൻ്റെ കൂടെ പോയി, അവനെ ഉപേക്ഷിച്ചപ്പം വെളിയിൽ നിൽപ്പുണ്ട്. ഞാൻ പറഞ്ഞത് അവളെ വിളിച്ചുകൊണ്ട് വരാനാ ഞാൻ പറഞ്ഞത്. നിങ്ങൾ മിണ്ടില്ല. ചേട്ടൻ്റെ ചേച്ചി പോകത്തില്ലെന്ന് ചേട്ടൻ ഉറപ്പാ. അതുകൊണ്ട് ചേട്ടൻ ഹല്ലേലൂയ പറഞ്ഞു. പോയാ നിന്റെ കെട്ടിയോളം നിന്റെ വീട് വിട്ടിറങ്ങി വല്ലവൻ്റെയും കൂടെ പോയിട്ട് തിരിച്ചു വന്ന നീ സ്വീകരിക്കുമോ? ഞാൻ പറഞ്ഞു അവനോടെടാ, കർത്താവ് കൊണ്ടുവരുവാണെങ്കിൽ 2 കൈയും നീട്ടി നീ സ്വീകരിച്ചോണം. അവങ്ങളെ ദൈവത്തിന്റെ വഴികളെ. ചെസറിയ ഫിലിപ്പിയിൽ ദൈവം വരുമെന്ന്, തകർന്നടിഞ്ഞ ഇടങ്ങളിൽ ദൈവം വരുമെന്ന്, ദൈവത്തെ ആരാധിക്കുന്ന മനുഷ്യരുടെ ജീവിതങ്ങളിൽ ദൈവം വരുമെന്ന്, ദൈവത്തെ വേണ്ടാത്തവരുടെ ജീവിതത്തിൽ ദൈവം വരുമെന്ന്. ഹല്ലേലൂയ. വലുതുകരമേർത്തി ഹല്ലേലൂയ. ഒച്ചത്തിൽ പറ ഹല്ലേലൂയ. ഒച്ചത്തിൽ പറ ഹല്ലേലൂയ. മക്കളെ, ദൈവത്തിന് എത്താൻ പറ്റാത്തൊരു സ്ഥലമില്ല മക്കളെ. ദൈവത്തിന് എത്താൻ പറ്റാത്തൊരു സ്ഥലമില്ല. ദൈവം വീണ്ടെടുക്കാത്തൊരു സ്ഥലമില്ല. ദൈവത്തിന്റെ സ്വരം മുഴങ്ങാത്തൊരു സ്ഥലമില്ല. ഹല്ലേലൂയ. ദൈവത്തിന്റെ ഏത് മേഖല ആയിക്കൊള്ളട്ടെ മക്കളെ, നീ നിന്റെ ദൈവത്തെ വിളിക്കടാ കൂട്ടാ. നീ നിന്റെ ദൈവത്തെ വിളിക്കടാ മോനെ. ഏത് തകർച്ചയിലും ഏത് നൊമ്പരത്തിലും നീ നിന്റെ ദൈവത്തെ ആരാധിക്കുക. ഹല്ലേലൂയ. വിഗ്രഹങ്ങളുടെ ജീവിതം പലതരത്തിൽ. ദൈവത്തിന്റെ മുകളിൽ ഒരു വിഗ്രഹം ഉണ്ടാകില്ല. അത് ഭാര്യയായാലും ഭർത്താവായാലും മോനായാലും മോളായാലും പേരക്കിട ആരായിരുന്നാലും, നിന്റെ ജോലിയായിരുന്നാലും സമ്പത്തായിരുന്നാലും എന്തായിരുന്നാലും കർത്താവിന് മുകളിൽ ഒരു വിഗ്രഹം ഉണ്ടാവില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവ് കഴിഞ്ഞിട്ട് ബാക്കിയെല്ലാം. ദൈവമൊക്കെ ഇങ്ങനെ തീരുമാനം നിനക്ക് നിന്റെ ജീവിതത്തിൽ എടുക്കാൻ പറ്റുമോ? കർത്താവ് കഴിഞ്ഞിട്ട് ബാക്കിയെല്ലാം. ഒച്ചതി പറ ഹല്ലേലൂയ. 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 കർത്താവ് കഴിഞ്ഞിട്ട് ബാക്കിയെല്ലാം മക്കളെ. നീ നിന്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു തീരുമാനമെടുത്താൽ നിന്റെ ജീവിതം മാറാൻ പോവുക. ഹല്ലേലൂയ. 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 ഒന്ന് ഉറപ്പിച്ച് ഇതൊന്ന് അച്ഛൻ വെല്ലുവിളിച്ചാ മകണേ. നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോട്, പൂർണ്ണ ആത്മാവോട്, പൂർണ്ണ മനസ്സോട്, പൂർണ്ണ ശക്തിയോട് പിടികിട്ടിയോ?
ഒരുപാട് തവണ നമുക്ക് പല കാര്യങ്ങൾ കഴിഞ്ഞിട്ടാ കർത്താവ്, പല കാര്യങ്ങൾ കഴിഞ്ഞിട്ടാ നമുക്ക് കുർബാന, പല കാര്യങ്ങൾ കഴിഞ്ഞിട്ടാ നമുക്ക് ആരാധന. ഒന്നാം സ്ഥാനം കർത്താവിന്. ഹല്ലേലൂയ. ക്രൈസ്റ്റ് കംസ് ഫസ്റ്റ്. ക്രൈസ്റ്റ് കംസ് ഫസ്റ്റ്. കർത്താവ് ജീവിതത്തിൽ ഒന്നാമനാകുമ്പോൾ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ജീവിതമാകൂടാ ഉറപ്പല്ലേ? നിന്റെ പുസ്തകത്തിന്റെ ബൈൻഡിങ് ആ നിന്റെ ദൈവം. നിന്റെ ജീവിതത്തിന്റെ ബൈൻഡിങ് ആ ദൈവം. കുത്തഴിഞ്ഞ പുസ്തകം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കുത്തഴിഞ്ഞ പണ്ടത്തെ പുസ്തകങ്ങളൊക്കെ അങ്ങനെ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ കുത്തിക്കെട്ടിയ പുസ്തകങ്ങളാണ്. കുത്തിക്കെട്ടിയ പുസ്തകങ്ങൾ കണ്ടിട്ടില്ലേ? നിങ്ങളൊന്നും കണ്ടിട്ടില്ല, നിങ്ങളെല്ലാം കമ്പ്യൂട്ടറെ കണ്ടിട്ടുള്ളൂ. ഞാൻ കുത്തിക്കെട്ടിയ പുസ്തകം വെച്ച് പഠിച്ച ആളാ. ഹല്ലേലൂയ. കുത്തഴിഞ്ഞു പോയ പുസ്തകങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്നിട്ട് പിന്നെ കുത്തിക്കെട്ടണം, പിന്നെ നൂല് കയറ്റ്, സൂചിക്കാതെ നൂല് കയറ്റ് അത് കെട്ടിവെക്കണം. ദൈവ പൈതല്, നിന്റെ കുത്തിക്കെട്ടിന്റെ പേരാണ് ദൈവം. ഹല്ലേലൂയ. അഴിഞ്ഞുപോയ കുത്തഴിഞ്ഞ ജീവിത മേഖലകള് ചേർത്ത് വെക്കുന്നവന്റെ പേരാണ് കർത്താവ്. ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വസികളെ വെല്ലുവിളിക്കുക. ഏത് കടലിന്റെ ആരവത്തിന്റെ മുകളിലാണെങ്കിലും, ഏത് കൊടുങ്കാറ്റിന്റെ മുനയുടെ മുമ്പിലാണ് നീ നിൽക്കുന്നതെങ്കിലും, ചലഞ്ചിങ് വെല്ലുവിളിച്ച മകനെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു കേസറിയ ഫിലിപ്പി ദേശത്തെത്തിയപ്പോൾ ശിഷ്യന്മാരോട് ചോദിച്ചു, മനുഷ്യപുത്രൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത്? അത് നിന്റെ ജീവിതത്തെ തീരുമാനിക്കൂടാ കൂട്ടാ. യേശു നിനക്ക് ആരാണ് എന്നുള്ളത് നിന്റെ ജീവിതത്തെ നിശ്ചയിക്കും. യേശു ആരാണ് എന്നുള്ളത് നിന്റെ സന്തോഷത്തെ നിശ്ചയിക്കും. യേശു ആരാണ് എന്നുള്ളത് നിന്റെ സൗഖ്യത്തെ നിശ്ചയിക്കും. പറഞ്ഞില്ല മകന്റെ 45 വയസ്സങ്ങനെ കാണത്തില്ല അവന് ക്യാൻസർ ആണെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ മരണത്തോളം ദുഃഖിതനായി നിൽക്കുന്നൊരു യുവാവ്. അവൻ്റെ തോളെ 2 അടി കൊടുത്തിട്ട് പറഞ്ഞ്, എഴുന്നേറ്റ് പോടക ഇവിടെ നിന്ന്, നിനക്ക് ക്യാൻസർ ഉണ്ടെന്ന് നിന്നോട് വരെ പറഞ്ഞത്. അവൻ എന്നോട് പറഞ്ഞ, എൻ്റെ അച്ചോ ഒരിക്കലുമില്ലാത്തൊരു സമാധാനം ഇപ്പം കിട്ടിയിട്ടുണ്ട്. അവൻ്റെ സുഹൃത്ത് പറഞ്ഞത് ഇങ്ങനെയാണ്, എൻ്റെ അച്ഛാ അവൻ്റെ കാര്യം പോക്കാ, അവനറിയത്തുപോലും, അവനറിയത്തില്ലെന്ന്. എന്നിട്ട് അവൻ പറഞ്ഞത്, എൻ്റെ അച്ഛാ ഇപ്പോഴാ ജീവിതത്തെ ദൈവങ്ങളെ Christ can make a difference in your life. നിന്റെ ഹൃദയത്തിന്റെ കാർമേഘങ്ങളെ പെയ്യിച്ചിട്ട് നിന്റെ ജീവിതത്തിൽ അനുഗ്രഹത്തിന്റെ മഴവിൽ കൊടി ഉയർത്തുവാനായിട്ട് നിന്റെ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. വലുതരം ഹല്ലേലൂയ. അവങ്ങളെ മഴ കഴിഞ്ഞിട്ട് ഒരു മഴവിൽ കൊടി അല്ലേ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. 9 നിറങ്ങളാ അതിനുള്ളത്. നിന്റെ ജീവിതത്തിന്റെ പെരുമഴ കഴിഞ്ഞ് വരുന്ന അനുഗ്രഹത്തിന് 9 നിറങ്ങളുണ്ടെന്ന് നിനക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു പെയിന്ററിനും ആ നിറങ്ങൾ ഉണ്ടാക്കാൻ പറ്റില്ല. No painter, no chemist can make those colors except your God who can make that colors. Hallelujah. ആ നിറം ദൈവത്തിന് മാത്രം കണ്ടിട്ടുണ്ടോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ കണ്ട മറ്റൊരു കുട്ടിയുടെ കാര്യം ഓർക്കുക. വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ അമേരിക്കയിൽ ഉണ്ടായിരുന്ന സമയത്ത് ഈ കുടുംബം ഈ കുഞ്ഞുമായിട്ട് പ്രാർത്ഥിക്കാൻ വന്നു. കൊച്ചിനി അധികം ജീവിച്ചിരിക്കില്ലെന്ന് ഡോക്ടർമാർ തളർന്നു കിടക്കുന്ന കുട്ടിയാണ്. നമ്മുടെ ഒരു കുടുംബം, ആ കുടുംബത്തിലെ പിള്ളേരൊക്കെ ദൈവമക്കളാണ്. പലതും ഡോക്ടർമാരാണ്, പൈസയ്ക്കുള്ള ഡോക്ടർമാരല്ല, പാവങ്ങൾക്ക് വേണ്ടിയുള്ള ഡോക്ടർമാരാണ്. ഒരുത്തിയാണെങ്കിൽ ഭയങ്കരം പിടിക്കുക, 2 ഡോക്ടറേറ്റാണ്, 2 ഫീൽഡിൽ അവൾക്ക് ഡോക്ടറേറ്റ് അവൾ പാസ്സായിരിക്കുന്നത്. അവൾ എന്താ ചെയ്യുന്നറിയാവോ? വീസായും പേപ്പറും ഇല്ലാത്ത അനധികൃത കുടിയേറ്റക്കാർക്ക് മരുന്ന് കൊടുക്കുക ഇവളുടെ ജോലി. കോടിക്കണക്കിന് രൂപയുണ്ടാക്കുന്ന ഈ പൊട്ടിപ്പട്ടിൻ്റെ പണി ഇതാ. ഇത് വേറൊരു മകള്, അവൾ ഫിസിയോതെറാപ്പിയിലെ ഡോക്ടറാണ്. ഈ കുഞ്ഞുമായിട്ട് വന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. സായിപ്പിൻ്റെ കുഞ്ഞിൻ്റെ നടുവ് തന്നെയാൽ ഇവക്കെന്നാ കാര്യം? കൊച്ചു നഷ്ടപ്പെടുന്നതായപ്പോൾ ഞാനിന്ന് അമേരിക്കൻസ് അവർ ആ കൊച്ചുമായിട്ട് വന്നിരിക്കുക പ്രാർത്ഥനയ്ക്ക്, ഒരു ചൊവ്വാഴ്ച പ്രാർത്ഥനയ്ക്ക്. നിങ്ങൾക്കറിയുമോ
ഇവിടെ ചൊവ്വാഴ്ച പ്രാർത്ഥനകൾ തുടങ്ങുന്നതിന് മുമ്പ് അച്ഛൻ അമേരിക്കയിലായിരുന്നപ്പോൾ 2001 മുതൽ ചൊവ്വാഴ്ച വൈകുന്നേരങ്ങളിൽ 7 മണി മുതൽ 9 മണി വരെ അവിടെ ഒരു കരിസ്മാറ്റിക് പ്രാർത്ഥനയിൽ അച്ഛൻ പങ്കെടുത്തുകൊണ്ടിരുന്നത് നിങ്ങൾക്ക് അറിയാൻ പറ്റിയിട്ടുണ്ടോ? ദൈവം ഒരുക്കുകാരുന്ന അച്ഛനെ അന്ന് 2001 മുതൽ 2008 വരെ അച്ഛൻ വിദേശത്തായിരുന്ന കാലത്ത് എല്ലാ ചൊവ്വാഴ്ചകളിലും രാത്രി 7 മണി മുതൽ 9 മണി വരെ 10 മണി വരെ ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ച് രോഗശാന്തി ശുശ്രൂഷകളും വചന ശുശ്രൂഷകളും അച്ഛൻ നടത്തിയിരുന്നത് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? God was preparing me. കർത്താവിനെ ഒരുക്കിക്കൊണ്ടിരിക്കാൻ നിങ്ങൾക്ക് വേണ്ടി ഈ തീർത്ഥാടന കേന്ദ്രത്തിന് വേണ്ടി കർത്താവ് അച്ഛനെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ഞാൻ ചുരുക്കം പറയാൻ കഥ ഇനി എന്തെങ്കിലും ഞാൻ നിങ്ങൾക്ക് കാണിച്ചും തരാം. കഴിഞ്ഞ മാസം മറ്റോ എന്നാന്ന് ഓർക്കുന്നത്, കഴിഞ്ഞ മാസം വന്നു, ഞാൻ പോയില്ല. ഈ കുട്ടി എന്നോട് പറയുക, ഈ ഡോക്ടർ എന്നോട് പറയാം, എൻ്റെ അച്ഛൻ ഈ കുഞ്ഞിനെ അറിയാമോ? ഞങ്ങൾ അച്ഛൻ്റെ അടുത്ത് കൊണ്ടുവന്നതാ, ഇനി ആയുസില്ല, കൂടിയ 2 മാസം മാത്രം ജീവിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഹീലിംഗ് മാസിന് കൊണ്ടുവന്ന കുട്ടിയായത്. തളർന്നു കിടന്ന് കൊച്ച അച്ഛൻ നോക്കിക്കേ, അവൾ നൃത്തം ചെയ്യുന്നു. She is dancing. 16 വർഷങ്ങൾക്ക് ഇപ്പുറത്ത് പെൺകുട്ടി ഡാൻസ് ചെയ്യുക. നടുവിന് ഇപ്പോഴും ഇല്ല, അസ്ഥിയില്ല. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ മനുഷ്യനെ വല്ലാണ്ട് സ്നേഹിച്ചു തുടങ്ങുമ്പോഴേ ദൈവത്തിൻ്റെ കഴിവുകൾ നമുക്ക് കിട്ടിത്തുടങ്ങും. നമ്മൾ മനുഷ്യരെ വല്ലാണ്ട് സ്നേഹിച്ചു തുടങ്ങുമ്പോഴേ ദൈവത്തിൻ്റെ കഴിവുകൾ മനുഷ്യർക്ക് കിട്ടിത്തുടങ്ങും. നമുക്കറിയാം, ഈ പിൻവശത്ത് ഈ നട്ടിലിൻ്റെ അവസാനത്തെ ഭാഗമായിട്ടാണ് എനിക്ക് തോന്നണത്. ആ ആസ്തി ഇന്നും അവൾക്കില്ല. പക്ഷേ ഈ റോസി എന്ന് പറയുന്ന ഈ ഡോക്ടർ ഈ പെൺകുട്ടിയെ നടത്തി ഇന്നവൾ നൃത്തം ചെയ്യുന്ന മാലാഖയാക്കി തമ്പുരാൻ മാറ്റി. വിശ്വസിക്കുന്നവര് മാത്രം വലതുകൈ കുത്തി ഹല്ലേലൂയ വിളിച്ചു. അവളെ ചങ്ങണ്ട കാഴ്ചകൾ എനിക്ക് വിസ്മയങ്ങളായിരുന്നു ഈ ആഴ്ച മുഴുവൻ. ഞാൻ മറന്നുപോയി, ഇപ്പൊ പെട്ടെന്ന് പറഞ്ഞു വന്നപ്പോഴേ ഈ കാര്യം ഓർത്തു വന്നത്. ഹല്ലേലൂയ. തീർന്നെന്ന് പറഞ്ഞാൽ 2 മാസം കൂടി ഏറിയാൽ കുഞ്ഞ് ജീവിക്കും. ഓക്സിജൻ സപ്പോർട്ടോടുകൂടി ഈ കുഞ്ഞിനെ പ്രാർത്ഥിക്കാൻ കൊണ്ടുവന്നത്. 16 വർഷങ്ങൾക്ക് ഇപ്പുറത്ത് നൃത്തം ചെയ്യും. അവളെല്ലാം വീഡിയോ എന്നെ കാണിച്ചു തന്നു. ഞാൻ ഇനി ഉണ്ടെങ്കിൽ ഒരു ദിവസം ഞാൻ എടുത്തിട്ട് തരാം. അത് നൃത്തം ചെയ്യുന്ന പെൺകുട്ടി, ഇങ്ങനെ അമേരിക്കൻ ഡാൻസുകൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മനുഷ്യപുത്രൻ ആരെന്നാണ് ജനങ്ങൾ അവർ പറഞ്ഞു. അച്ഛനുണ്ട്, അച്ഛൻ രോഗശാന്തി കൊടുക്കുന്നുണ്ട്. അച്ഛനാന്ന് കേട്ടപ്പം അമേരിക്കക്കാരൻ നല്ല ബുദ്ധിമാന്മാരാണ്, നിങ്ങളെപ്പോലൊന്നുമല്ല. അവരിങ്ങനത്തെ പണിക്കൊന്നും പോവില്ല. അവർക്ക് ഇതൊക്കെ അച്ഛന്മാരൊക്കെ ഇങ്ങനെയൊക്കെ ഉള്ളൂ. പക്ഷേ അന്ന് നമ്മളെപ്പോലെ ഒരു പൊട്ടനും പൊട്ടിയുമായിട്ട് ആ കൊച്ചു മാതാപിതാക്കൾ ഈ കുഞ്ഞിനെയും എടുത്തുകൊണ്ട് വന്ന് ഈ ഡോക്ടറിനെയും കൂട്ടി വന്നിട്ട് ദൈവമക്കളെ അന്ന് പ്രാർത്ഥിച്ചിട്ട് ഇന്ന് 16 വർഷങ്ങൾക്കിപ്പുറം എന്നോട് പറയുക, അച്ഛാ നോക്കിക്കേ, അന്ന് ഞങ്ങൾ ജീവൻ കൊണ്ട് തരാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ കൊണ്ടുവന്ന കുട്ടിയാണ് ഈ നൃത്തം ചെയ്യുന്ന കുട്ടി എന്ന് പറയുമ്പോൾ പൗരോഹിത്യ ജീവിതത്തിന്റെ ആനന്ദമാ മക്കളെ. ക്രിസ്തുവിന്റെ ഉത്സവമാണ് രോഗശാന്തി. ഹല്ലേലൂയ. മനുഷ്യനെ എന്തിക്കാൻ പറ്റില്ല, അവരൊക്കെ കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഡോക്ടർ പേരും പറഞ്ഞു. ഇപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആളെ കണ്ടുപിടിച്ചോട്ടെന്ന് വിചാരിച്ചോട്ടെ പേരും കൂടെ ഞാൻ പറഞ്ഞത് പറയാൻ പാടില്ലെന്നറിയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. മനുഷ്യപുത്രൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത്. ഇന്നിവിടെ ഇരുന്ന് ഈ ക്രിസ്തു ആരാന്ന് ഇന്ന് ഇവിടെ ഇരുന്ന് കുർബാന എഴുന്നള്ളിക്കുമ്പോൾ വിളിച്ചു പറയും ആരാന്ന് ക്രിസ്തു എന്ന്. ഹല്ലേലൂയ. പറഞ്ഞു സ്നാപക യോഹന്നാൻ എന്ന്. അത്രയൊക്കെ നമ്മൾ വളർന്നിട്ടുള്ളൂ മക്കളെ. ക്രിസ്തുവിനെ തിരിച്ചറിയാൻ മാത്രം വളർന്നവരാരുമില്ല. ക്രിസ്തുവിനെ തിരിച്ചറിയാൻ മാത്രം വളർന്നവരാരുമില്ലെന്നേ. നമ്മൾ നടുവേദന വരുമ്പോൾ ഉടനെ നമ്മൾ മെഡിക്കൽ കോളേജിൽ പോകുന്നേ. അതെന്ന് ഒരു സാമ്പത്തിക ഞെരുക്കം വന്നാൽ ഉടനെ നമ്മൾ ഓടുവന്നേ പലിശക്കാരൻ്റെ അടുക്കിലേക്ക്. ധൈര്യം ഉണ്ടോടാ ഒരു തിരിയും കത്തിച്ച് നിനക്ക് സൗഖ്യം കിട്ടുന്നത് വരെ അവിടെ മുട്ടുകുത്തി നിൽക്കാൻ ധൈര്യം ഉണ്ടോടാ കൊച്ചേ? ഇല്ലെന്ന്. നിങ്ങൾ എത്ര ചൊവ്വാഴ്ച വന്നാലും അതിനുള്ള ധൈര്യം എന്ന് നിങ്ങൾക്ക് കിട്ടുന്നുവോ അന്ന് നിങ്ങൾ ക്രിസ്തുവിനെ ആ മെഴുകുതിരി വെളിച്ചത്തിൽ തിരിച്ചറിയും. മെഴുകുതിരി വെളിച്ചത്തിൽ കർത്താവിന്റെ ജീവിതത്തിന്റെ പശ്ചാത്തലത്തിൽ അവന്റെ ഇവന്റെ അടുക്കലല്ല പരിഹാരത്തിന് പോകേണ്ടത്, ക്രിസ്തുവിന്റെ അടുക്കല. ക്രിസ്തുവാണെന്ന് തിരിച്ചറിയണം മക്കളെ, ക്രിസ്തുവാണെന്ന് തിരിച്ചറിയണം. സ്നാപക യോഹന്നാൻ പറഞ്ഞു, ഇതാ നീ മരിച്ചുപോയ സ്നാപകനാ, നീ ഉയർത്തെഴുന്നേറ്റ് വന്നിരിക്കുക. സ്നാപകന്റെ ധീരതയും പ്രകാശവും ഒക്കെ അല്ല മക്കളെ.
There's nobody like Christ. ദൈവമക്കളെ എഴുന്നേറ്റ് ഇരുകരങ്ങളും ഒന്ന് ദൈവസന്നിധിയിലേക്കൊന്ന് ഉയർത്തിപ്പിടിച്ച് ചോദിക്കുന്നു, ഞാൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത്? ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? ഇരുകരങ്ങളും ഒന്ന് ഉയർത്തിക്ക്. ജീവിതത്തിന്റെ വേദനകളും സങ്കടങ്ങളും ഉയർത്തി വിളിച്ച് കർത്താവേ, അത്ഭുത ശക്തി പ്രസരിക്കട്ടെ, അത്ഭുത കൃപകൾ നിറയട്ടെ, അത്ഭുത വിടുതലുകൾ ഉണ്ടാവട്ടെ, രോഗപീഠകൾ നീങ്ങിപ്പോകട്ടെ, ദുഃഖങ്ങൾ നീങ്ങിപ്പോകട്ടെ, നിരാശകൾ നീങ്ങിപ്പോകട്ടെ. യേശുവേ, യേശുവേ, യേശുവേ. കൂട്ടയത്ത് വാഴുന്ന അന്തോണീസ് പുണ്യവാനെ സ്വീകരിക്കൂ കൈകൾ നീട്ടി. ആപിയാമിൻ അർത്ഥനകൾ ഉപേക്ഷിച്ചാലുപേക്ഷിക്കാതെ